ആ ഒരു ഫോമാറ്റ് ചേഞ്ച് അതിനെ എങ്ങനെയാണ് കാണുന്നത്? കാരണം സച്ചിൻ കുറേ വർഷങ്ങളായി ഈ PCCIയുടെ ഒക്കെ റിവ്യൂ മീറ്റിംഗ്സിലൊക്കെ നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഒരു ഫോമാറ്റ് ചേഞ്ച് അത് കണ്ടിന്യൂ ചെയ്യണമെന്നാണോ സച്ചിന് തോന്നുന്നത്? അത് കേരള എങ്ങനെ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ അതിൻ്റെ ഒരു ഇമ്പാക്ട് എന്താണ് സച്ചിൻ? ശരിക്കും ഇത് ഭയങ്കര ചലഞ്ചിങ് തന്നെയായിരുന്നു. കാരണം ആ ഒരു ഫോമാറ്റിൽ നിന്ന് മാറി വീണ്ടും T20 കളിക്കുക, പിന്നെ ഒരു 50 ഫോമാറ്റ് കളിക്കുക, പിന്നെ വീണ്ടും കളിക്കുക എന്നുള്ള കാര്യം. കാരണം ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഗെയിം ഈസ് ഓൾ അബൌട്ട് ഒരു ഹാൻഡ്ലിങ് ആ ഒരു ചലഞ്ച് ഹാൻഡിൽ ചെയ്തത് തന്നെയാണ്. ഇപ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ടെസ്റ്റ് ക്രിക്കറ്റിൽ നമുക്കൊരു T20 പോലെ കളിക്കേണ്ട സിറ്റുവേഷൻ വരും, വൺ ഡേ പോലെ കളിക്കേണ്ട സിറ്റുവേഷൻ വരും, നമ്മൾ മുട്ടേണ്ട സിറ്റുവേഷനും വരും. അപ്പോൾ ഇനി T20 ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു 5 വിക്കറ്റ് പോയാൽ നമ്മളൊരു വൺ ഡേ പോലെ കളിക്കുന്ന സിറ്റുവേഷൻ വരും. അപ്പം അതൊക്കെ ഉൾക്കൊള്ളേണ്ട ഒരു കാലഘട്ടമാണ് ഇപ്പം നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ ടെസ്റ്റിൽ വരെ T20 പോലെ കളിക്കുന്ന ഒരു സ്റ്റേജാണ് ഇപ്പോൾ നമ്മൾ പോകേണ്ടത്. പക്ഷേ ക്രിക്കറ്റ് എന്നുള്ള ഒരു ബ്യൂട്ടി എന്ന് പറയുന്നതും അത് തന്നെയാണ്. നമ്മൾ ആ ഒരു സാഹചര്യമായി പൊരുത്തപ്പെട്ട് കളിക്കുക തന്നെയാണ് അതിൻ്റെ ഒരു ബ്യൂട്ടി. അപ്പം എനിക്കത് ഈ വർഷം BCCI ഒരു എക്സ്പെരിമെന്റ് പോലെ അവർ നോക്കിയതാണ്. അപ്പോൾ ഈ നമുക്ക് ഫൈനലിലും മത്സരത്തിന് മുന്നേ ടീം മീറ്റിങ്ങിലും അവരുടെ ഒരു BCCIയുടെ പ്രതിനിധി വന്ന് നമ്മൾ ചോദിച്ചു എങ്ങനെയുണ്ടായിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞു യെസ്, നമുക്കൊരു കറക്റ്റ് ഒരു ബ്രേക്ക് കിട്ടും. കാരണം എന്തായാലും 7 മാച്ച് കളിക്കുക അല്ലെങ്കിൽ 10 മാച്ച് കളിക്കുക എന്നുള്ളൊരു കാര്യം ഭയങ്കര ഒരു ബാറ്റ്സ്മാൻമാർക്ക് കുഴപ്പമില്ല, ആസ് എ ബോളേഴ്സ്. കാരണം ബാക്ക് ടു ബാക്ക് ഗെയിംസ് കളിക്കുമ്പോഴത്തേക്കും അവർക്കും ആ ഒരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് പല ടീമിലും ചെയ്യുന്ന വെച്ചാൽ ഒരു 3 ഫാസ്റ്റ് ബോളേഴ്സ് 3 മാച്ച് കഴിഞ്ഞിട്ട് അത് ഫാസ്റ്റ് ബോളർ റെസ്റ്റ് കൊടുത്തിട്ട് വീണ്ടും ഒരു മാച്ച് ബ്രേക്ക് കൊടുത്തിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അത് എസ്പെഷ്യലി നമ്മുടെ ട്രെയിനറിനും ഫിസിയോയ്ക്കും വലിയൊരു കെയർ വേണം. കാരണം നമ്മൾ ഈ വർഷം നമ്മുടെ എല്ലാ ഫാസ്റ്റ് ബോളേഴ്സും ഭയങ്കര നല്ല രീതിയിൽ ഒരു ഇഞ്ചുറി കൂടാതെ കഴിഞ്ഞ 3 വർഷം നോക്കിയാൽ നമുക്ക് വലിയ ഇഞ്ചുറീസ് ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതൊരു ചലഞ്ചിങ് തന്നെയായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു ഈ വർഷം ചിലപ്പോൾ ഒരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്.